ഒരു ഉമ്മ അയച്ച സംശയമാണ്. അവരുടെ ഭർത്താവിന് ഒരു കാര്യമായ ഒരു ഹാർട്ടിൻ്റെ പ്രശ്നം വന്ന് ഇപ്പോൾ ഒരു ചികിത്സയും മറ്റൊക്കെ ചെയ്ത് അതിൻ്റെ ഒരു അവസ്ഥയിലുള്ളത്. കുറച്ച് മാസങ്ങളെ അതിനായിട്ടുള്ളൂ. ഇപ്പോൾ ഓലെ വലിയൊരു സങ്കടം, ഓക്ക് ആകെ ഒരു ആൺകുട്ടിയാണുള്ളത്, ബാക്കി പെൺകുട്ടികളാണുള്ളത്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ മകൻ്റെ ഭാര്യ വേറെ താമസിക്കണം എന്ന് പറഞ്ഞിട്ട് വലിയ പ്രശ്നം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഈ മകൻ്റെ വിഷമം കണ്ടിട്ട് ബാപ്പ എന്ത് ചെയ്യാണ്, വേറെ താമസിക്കണമെന്ന് ബാപ്പയും പറയാണ്. അപ്പോൾ ഇവർക്കാണെങ്കിൽ അസുഖമുണ്ട്, ഒക്കെ കൂടിയായിട്ടൊരു വലിയ മാനസിക പ്രശ്നത്തിലാണുള്ളതെന്ന്. അതെ 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 നമുക്കിപ്പോൾ ഇതിൻ്റെ നിജസ്ഥിതികൾ അറിയില്ല. ഇപ്പോൾ ഇതിപ്പോൾ ഇത് മരുമകളുടെ ഒരു ക്വസ്റ്റ്യനാണെന്ന് നമ്മൾ സങ്കല്പിക്കുക. ഇതിപ്പോ പിന്നെ ഭർത്താവിന്റെ ഉമ്മയാണ് ചോദിക്കുന്നത് അല്ലേ? ഇത് മരുമകൾ ഒരു ക്വസ്റ്റ്യൻ ആയിട്ട് നമ്മളോട് ചോദിക്കുകയാണ്, എന്ത്, എനിക്ക് ഈ ഭർത്താവിന്റെ വീട്ടിൽ നിൽക്കാൻ പറ്റില്ല, അവിടെ പല പ്രശ്നങ്ങളുണ്ട്, ഉമ്മന്റെ പെരുമാറ്റം അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറയുമ്പോൾ എനിക്ക് ഇവിടെ നിന്ന് എന്ത് ചെയ്യാൻ പറ്റൂ, മാറിപ്പോകാൻ പറ്റൂ എന്ന് ചോദിക്കുമ്പോൾ നമ്മൾ സ്വാഭാവികമായും എന്ത് ചെയ്യാണ്, ഒരു നല്ല താമസം ഒരു പെൺകുട്ടിക്ക് കൊടുക്കുക എന്നുള്ളത് ഭർത്താവിന്റെ ബാധ്യതയാണ്. അതില്ല എന്ന് അവർ പറയുമ്പോൾ അവരെന്ത് ചെയ്യാണ്, മാറി താമസിക്കുന്നത് തെറ്റാണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. നേരെ മറിച്ച് ഇവിടെ ഒരു ഉമ്മന്റെ ഭാഗത്ത് നിന്ന് ചോദിക്കുമ്പോഴോ, ഞങ്ങൾ ഇവിടെ ഒറ്റയ്ക്കാണ്, ഞാൻ ഹാർട്ട് പേഷ്യന്റ് ആണ്, ആകെ ഒരു മകനേ ഉള്ളൂ, അവന്റെ ഭാര്യയാണ്, അപ്പൊ എന്ത് ചെയ്യണം, അവൾ ഇവിടെ നിന്ന് പോകണമെന്ന് പറയുന്നു. വാപ്പയും എന്ത് ചെയ്യാണ്, അവൾക്ക് പ്രശ്നമാണെങ്കിൽ മകന്റെ വിഷമം കണ്ടിട്ട് പോയിക്കോ എന്ന് പറയുന്നു. അപ്പൊ ഇത്തരം ഒരു സാഹചര്യത്തെ എങ്ങനെ നമ്മൾ തരണം ചെയ്യും എന്ന് നമുക്ക് ഈ ചോദ്യത്തിൽ നിന്ന് പറയാൻ കഴിയില്ല. കാരണം നമ്മൾ പറയുന്ന ഒരു തീരുമാനം പലപ്പോഴും ഒരു വൺ വേ ആയിരിക്കും, എല്ലാ വശങ്ങളും ഉൾക്കൊണ്ടെടുക്കേണ്ട ഒരു തീരുമാനമാണ് അത്. ഇവിടെ ഈ ചോദിച്ചത് സഹോദരി ആവുന്നുണ്ട്, നമുക്ക് അവരുടെ ഭാഗത്തു നിന്ന് നമ്മൾ പറയുമ്പോൾ നമുക്ക് പറയാനുള്ളത് എന്താണ്, സത്യം പറയുകയാണെങ്കിൽ ഒരു പെൺകുട്ടിയെ സംബന്ധിച്ചിടത്തോളം അവൾക്ക് ഏറ്റവും കംഫർട്ടായിട്ടുള്ളത്, ഏറ്റവും അധികം ആശ്വാസകരവും ആയിട്ടുള്ളത് ഭർത്താവിൻ്റെ വീട്ടിൽ താമസിക്കലാണ്. കാരണം ഒറ്റയ്ക്ക് പോകുക എന്ന് പറയുമ്പോൾ അതിൽ കുറേ സ്വപ്നങ്ങൾ ഉണ്ടെങ്കിലും ഒരു വീടിൻ്റെ ഒറ്റയ്ക്കുള്ള പരിചരണവും സംരക്ഷണവും എന്ന് പറഞ്ഞാൽ അത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. മാത്രമല്ല അവിടെ ഒരു ഒറ്റപ്പെടലുണ്ടായിരിക്കും. പിന്നെ അതിലുപരി എന്താ വെച്ചാൽ ഭർത്താവ് വാപ്പനെയും ഉമ്മനെയും ഇഷ്ടപ്പെടുന്നൊരു ഭർത്താവ് എന്നുള്ളതൊക്കെ എന്ത് ചെയ്യാണ്, ഉപ്പനെയും ഉമ്മനെയും പോകുന്നതിന്റെ ടെൻഷൻ ആയിരിക്കും ഇയാളെ മനസ്സിൽ എപ്പോഴും ഉണ്ടായിരിക്കും. അപ്പൊ അയാളൊന്നും ഒരു റിലാക്സേഷൻ ഇല്ലാത്തതുകൊണ്ട് അയാളുടെ ഇടപെടലുകളൊന്നും എന്തുണ്ടാവില്ല, ഒരു ഒറ്റക്ക് വന്നതിന്റെ ഒരു സന്തോഷവും ആഹ്ലാദവും ഒന്നും പങ്കിടാൻ ഉണ്ടാവില്ല. എന്ത് കാര്യം പറയുമ്പോൾ ഉപ്പിമ്മയോടെ ഒറ്റക്കല്ലേ എന്ന് ഇയാൾ ഇങ്ങനെ ആലോചിച്ചിരിക്കും. അപ്പൊ സത്യം പറഞ്ഞാൽ ഇവളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും സുരക്ഷിതം എന്താണ്, അവിടെ പോയി നിന്നാൽ മതി, അവനവനെ കൊണ്ട് കഴിയുന്ന പണിയെടുത്തിട്ട് സുഖമായി കടന്നുറങ്ങി വായിച്ച് മൊബൈൽ നോക്കി അങ്ങനെ സുഖമായിട്ട് ഭർത്താവിന്റെ കാര്യം ചെയ്ത് പോവാൻ പറ്റും. അവിടെ ഒരു കാര്യങ്ങളൊക്കെ ചെയ്യാൻ എന്തിനും ഉമ്മുണ്ട്, അവിടുത്തെ ചെലവുകൾ നടത്താൻ വാപ്പുണ്ട്, സൗകര്യങ്ങളുണ്ട്. അപ്പോൾ ഏതൊരു പെൺകുട്ടിക്കും ഒരു സമാധാന അന്തരീക്ഷം ഉണ്ടെങ്കിൽ അവൾ ഭർത്താവിന്റെ വീട്ടിൽ നിൽക്കാനാണ് തീരുമാനിക്കപ്പെടുക. മനസ്സിലല്ലേ? ഇനിയിപ്പോ ഒരു പെൺകുട്ടി അവിടുന്ന് പോയി എന്ന് വിചാരിക്കും. ഇപ്പൊ നമ്മൾ ഒരു ഭർത്തൃ വീട്ടിലാണെങ്കിൽ അവിടെ കുറച്ച് സമാധാനവും പ്രശ്നങ്ങളൊക്കെ സമാധാനക്കേടൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ വേറെ പോകാൻ തീരുമാനിക്കും എന്ന് നമ്മൾ സങ്കല്പിക്കുക. ഇപ്പൊ ഇവൻ വേറൊരു വീടെടുത്തു, ഒരു വാടക വീടെടുത്തു, ഒരവിടെ സുഖമായി താമസിക്കുകയാണ്. അപ്പൊ ഉപ്പിമ്മയും പറയണത്, എടാ കുറച്ച് ദിവസം നിന്റെ അടുത്തൊന്ന് വന്ന് നിൽക്കേണ്ടിന്ന് പറഞ്ഞാൽ എന്താ ചെയ്യാ? ഇവൾക്ക് എന്തെങ്കിലും പറയാൻ പറ്റൂല, അവൾ ഏറ്റെടുക്കണ്ടേ? അപ്പൊ എന്താവില്ല, ഒരിക്കലും വാപ്പ ഉമ്മ എന്നുള്ളത് എന്തല്ല, നമ്മൾ വേറെ പോകുന്നത് കൊണ്ടൊന്നും ഒഴിവായി പോകുന്ന ഒരു കാര്യം അല്ല. അപ്പൊ അതുകൊണ്ട് ഇവരുമായി നല്ലൊരവസ്ഥയിൽ നിന്ന് മുന്നോട്ട് പോകാൻ അവൾ പരിശ്രമിക്കുക. ആകെ ഒരു മരുമകളെ ഉള്ളൂ, അതുകൊണ്ട് അവൾ പരമാവധി ലോകത്തെവിടെ ഇഷ്ടപ്പെടുന്നതിനേക്കാളും അവൾ ഇവരുടെ വീട് ഇഷ്ടപ്പെടത്തക്ക വിധത്തിലുള്ള ഒരു അന്തരീക്ഷം ഉണ്ടാക്കി കൊടുക്കാൻ എന്ത് ചെയ്യണം, ഈ ഉമ്മ പരിശ്രമിക്കാം. തീർച്ചയായും എന്ത് ചെയ്യും, ആ കുട്ടികൾ മിക്കവാറും അവിടെ നിന്ന് പോകാനാണ് ശ്രമിക്കുക. അതാണ് അവർക്ക് ഏറ്റവും സുരക്ഷിതമായിട്ടുള്ളതും ഏറ്റവും ഭാരക്കുറവുള്ളതും സമാധാനമുള്ളതും അതാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്.